നമസ്കാരം സർ. നമസ്തേ അഞ്ജന. ജയിലിൽ കിടക്കുന്നത് കൂടുതൽ പേരും ചെറിയ കുറ്റങ്ങൾ ചെയ്തവരും ജാമ്യം കിട്ടാത്തവരുമാണ് എന്ന് സുപ്രീം കോടതിയിലെ ജഡ്ജി ഉജ്ജൽ ബുയാൻ സുപ്രീം കോർട്ട് ബാർ അസോസിയേഷൻ നാഷണൽ കോൺഫറൻസ് വെച്ച് പറയുന്നു. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അതൊരു വലിയൊരു ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ ലീഡ് ചെയ്തത്. ആ പുള്ളിയുടെ ഒരു പരാമർശം. അതായത് ആരാണ് യഥാർത്ഥത്തിൽ ക്രിമിനലുകൾ? ജയിലിനകത്ത് കിടക്കുന്നവരോ നമ്മളെ നയിക്കുന്ന രാഷ്ട്രീയ മത നേതാക്കളോ? 2026 മാർച്ച് 22 സുപ്രീം കോർട്ട് ബാർ അസോസിയേഷൻ നാഷണൽ കോൺഫറൻസിൽ സംസാരിക്കവേ സുപ്രീം കോടതി ജഡ്ജി ഉജ്ജൽ ബയാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. പുള്ളി പറഞ്ഞതിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇതാണ്. ഒന്ന്, ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് പോലും ജാമ്യം കൊടുക്കാനുള്ള ചില ജഡ്ജിമാരുടെ രീതി കാരണം, കൊടുക്കാതിരിക്കാനുള്ള ചില ജഡ്ജിമാരുടെ രീതി കാരണം ധാരാളം പേർ ജയിലിൽ കിടക്കുന്നു. അതായത് അവർക്കൊക്കെ ജഡ്ജിമാർക്ക് ജാമ്യം കൊടുക്കാമായിരുന്നു. അങ്ങനെ കിടന്നിരുന്നെങ്കിൽ അവര് ജയിലിൽ കിടക്കേണ്ടി വരത്തില്ല. അപ്പൊ നമ്മൾ കോടതി പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ കാണുന്നില്ല. നമ്മൾ രാഹുൽ മാങ്കട്ടത്തിന്റെ ഇഷ്യൂലൊക്കെ പലരും പറഞ്ഞു, മജിസ്ട്രേറ്റ് മുമ്പിൽ പോവാണെങ്കിൽ മജിസ്ട്രേറ്റ് ആദ്യം ഇപ്പൊ ജാമ്യം നിഷേധിക്കും, പിന്നെ മുകളിലോട്ട് പൊക്കോട്ടെന്നായി പറയണേ. മുകളിലോട്ട് പോകാൻ പൈസ ഇല്ലാത്തവരെന്ത് ചെയ്യും? അവരാ ജയിലിൽ തന്നെ കിടക്കും. അങ്ങനെ കിടക്കുന്നവർ ഇപ്പോഴും കാണും കേട്ടോ പലരും. അതാണ് പുള്ളി പറഞ്ഞ ഒരു കാര്യം. രണ്ടാമത്, സോഷ്യൽ മീഡിയ പോസ്റ്റ് പോലുള്ള നിസ്സാര കാര്യങ്ങൾക്കെതിരെ പോലും FIR ഇടുന്ന പോലീസിന്റെ തെറ്റായ പ്രവണത കാരണം അനാവശ്യ അറസ്റ്റുകൾ ഉണ്ടാകുന്നു. നമ്മൾ നോക്കൂ, ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഒരു പ്രമുഖ നേതാവിനെതിരെ, ഒരു മന്ത്രിക്കെതിരെ, അല്ലെങ്കിൽ ഒരു മത നേതാവിനെതിരെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വന്ന ഉടനെ കേസ് എടുക്കുന്നു, അയാളെ അറസ്റ്റ് ചെയ്യുന്നു. അതൊരു അഭിപ്രായമാണ്, അയാളുടെ ഒപ്പീനിയനാണ്. ആ അഭിപ്രായം നിങ്ങൾക്ക് അപമാനകരമായി തോന്നുമെങ്കിൽ നിങ്ങൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയും കോടതിയിൽ പോവുകയും മാനനഷ്ടത്തിൽ വിധി മേടിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഉടനെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക ചെയ്യുന്നത് പോലീസ്. ഇനി പുള്ളി പറഞ്ഞ വേറൊരു പ്രധാന സംഭവം, ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് PMLA-യും UAPയും ദുരുപയോഗം ചെയ്യപ്പെടുന്നു. അത് വളരെ ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് സുപ്രീം കോടതി ജഡ്ജി എന്ന് വരുന്നത്. ഇത് രണ്ടും ദുരുപയോഗം ചെയ്യുന്നു. അയാൾ കണക്ക് പറയാം, 2019-നും 2023-നും ഇടയ്ക്ക് ആയിരക്കണക്കിന് ആൾക്കാരെ UAPA അനുസരിച്ച് അറസ്റ്റ് ചെയ്തു. എന്നാൽ ഇതിൽ കൺവിക്ഷൻ റേറ്റ്, അതായത് ശിക്ഷിക്കപ്പെട്ടത് 5% മാത്രമാണ്. ഇതിനർത്ഥം പല കേസുകളും തിടുക്കത്തിലും അനാവശ്യവുമായി എടുത്തതെന്നാണ്. 2025 മാർച്ച് മാസം വരെ 7771 കേസുകൾ PMLA അനുസരിച്ച് എടുത്തെങ്കിലും വിചാരണ പൂർത്തിയായത് 47 കേസുകൾ മാത്രം. ബാക്കിയുള്ളവരെല്ലാം ഇപ്പം ചിലപ്പോൾ അവർ ജയിലിലായിരിക്കാം. ഇതാണ് ഇതിന്റെ പ്രോസസ് നടക്കുന്നത്. ഇതിന് രണ്ടിനും നമ്മളിവിടെ കൺവിക്ഷൻ റേറ്റ് വളരെ കുറവാണ്. വളരെ കുറവ്, 5%, 4% ഉള്ളൂ കൺവിക്ഷൻ റേറ്റ്. വെറുതെ ആളുകളെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതിനെക്കുറിച്ച് പറയുന്നത് സുപ്രീം കോടതി ജഡ്ജി തന്നെയാണ് പറയുന്നത്. ഈ കോണ്ടെക്സ്റ്റിലാണ് നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടെ നോക്കേണ്ടത്. 2023 കണക്കനുസരിച്ച് ഇന്ത്യയിലെ വിവിധ ജയിലുകളിലായി ആകെ 5,30,333 തടവുകാരുണ്ട്. ഇവരെല്ലാം ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തവരാണ്. ചിലർ ശിക്ഷിക്കപ്പെട്ടവർ, ചിലർ വിചാരണ നേടുന്നവർ. ശിക്ഷിക്കപ്പെട്ട ക്രിമിനലുകൾ 1,35,765 പേരാണ്. ആകെ തടവുകാരിൽ 25%. ബാക്കിയുള്ളവർ വിചാരണ തടവുകാരാണ്, 75% പേർ. കുറ്റകൃത്യങ്ങൾ ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യം കൊലപാതകമാണ്. ഉദ്ദേശം 63,800 പേർ കൊലപാതക കേസിൽ ശിക്ഷ അനുഭവിക്കുന്നവരാണ്. ആകെ ജയിലിൽ കിടക്കുന്ന ക്രിമിനലുകൾ ഇന്ത്യൻ ജനസംഖ്യയുടെ 0.038571429%. അതായത് 0.5%, 0.25% പോലുമില്ല. അതിൻ്റെയൊക്കെ എത്രയോ താഴെയാണ് ആകെ ജനസംഖ്യയുടെ നമ്മൾ ജയിലിൽ കിടക്കുന്ന ക്രിമിനലുകൾ. ഇത് ഇന്ത്യയുടെ മാത്രമല്ല, മറ്റു രാജ്യങ്ങളുടെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്. വളരെ ഇൻസിഗ്നിഫിക്കന്റ് മിനിസ്ക്യൂൾ മൈനോറിറ്റിയാണ് നമ്മുടെ സമൂഹത്തിൽ ക്രിമിനൽസ്. അത് റൂസോയുടെ ഒക്കെ സോഷ്യൽ കോൺട്രാക്റ്റിൽ പറയുന്നത് പീപ്പിൾ വെർ ലിവിങ് ഇൻ ഇഡിലിക് ഹാപ്പിനെസ് ബിഫോർ ദ ഫോർമേഷൻ ഓഫ് ദ സ്റ്റേറ്റ് എന്നുള്ളതാണ്. ബട്ട് ദെയർ വെർ എ ഫ്യൂ റെക്കാൽസിട്രന്റ്, ചില അലവലാദികൾ ഉണ്ടായിരുന്നു. അവരെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റേറ്റ് ഉണ്ടാക്കുന്നത്, നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ
നമ്മൾ നോക്കണം, നമ്മൾ അനുസരിക്കേണ്ട നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ റോഡ് സുരക്ഷയുടെ നിയമങ്ങൾ തൊട്ട് വലിയ കേസ് നമ്മൾ അനുസരിക്കേണ്ട ഒരുപക്ഷെ 10,000-കണക്കിന് നിയമങ്ങൾ നമ്മൾ അനുസരിക്കേണ്ടി വരികയാണ്. ഇതിൽ ഏത് ചെയ്താലും നമ്മൾ കുറ്റകൃത്യം ചെയ്താൽ അത്രയും ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അപ്പോഴും ഒരു വളരെ മൈനോറിറ്റിയാണ്, ഇൻസിഗ്നിഫിക്കന്റ് മൈനോറിറ്റിയാണ് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും മതങ്ങളും മതനേതാക്കളും കൊന്നത് ഇതിന്റെ എത്രയോ ലക്ഷം ഇരട്ടിയാണ്. പക്ഷെ ഒരു കൊലപാതകം ചെയ്തയാൾക്ക് ജീവപര്യന്തമോ വധശിക്ഷയോ കൊടുക്കുന്ന നമ്മുടെ സിസ്റ്റം ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊല്ലുന്ന രാഷ്ട്രീയ നേതാക്കളെയും മതനേതാക്കളെയും താണു വണങ്ങി നിൽക്കുന്നു. അവർക്ക് ജയ് വിളിക്കുന്നു, അവർക്ക് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നു. ഒരാൾ മറ്റൊരാളെ കൊല്ലുന്നതിന് കൊലപാതകിക്ക് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാകും. നിയമവ്യവസ്ഥയിൽ അത്തരം കാരണങ്ങൾക്ക് നിയമ പരിരക്ഷയില്ല എന്നത് വസ്തുത. അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ വഞ്ചിച്ച് തന്റെ ജീവിതം ഇല്ലാതാക്കി ഒരാളെ കൊല്ലുമ്പോൾ കൊല ചെയ്തയാൾക്ക് നമ്മൾ നീണ്ട വർഷങ്ങളുടെ വിചാരണയ്ക്ക് ശേഷം വധശിക്ഷ വിധിക്കുന്നു. അയാൾ ചെയ്ത കൊലപാതകം നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയും നമ്മുടെ നിയമവ്യവസ്ഥ നടത്തുന്ന കൊലപാതകം നിയമവാഴ്ചയുടെ വിജയവുമായാണ് നമ്മൾ കാണുന്നത്. നീണ്ടുപോകുന്ന യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് ഇറാൻ അമേരിക്ക യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ, യുദ്ധങ്ങൾ വഴി നമ്മുടെ രാഷ്ട്ര നേതാക്കൾ എത്ര പേരുടെ കൊലപാതകത്തിന് കളമൊരുക്കി എന്ന് നോക്കാം. 20-ാം നൂറ്റാണ്ടിലെ പ്രധാന കണക്കുകൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. 1-ാം ലോക മഹായുദ്ധത്തിലെ മരണസംഖ്യയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അതിനു മുമ്പുള്ള കണക്കുകൾ അത്ര വ്യക്തമല്ല. അതുകൊണ്ടാണ് 10 ദശലക്ഷത്തോളം പട്ടാളക്കാരും 13 ദശലക്ഷത്തോളം സാധാരണ പൗരന്മാരും 1-ാം ലോക മഹായുദ്ധത്തിൽ മരിച്ചു. 20 ദശലക്ഷത്തോളം പേർ പട്ടാളക്കാരും സാധാരണ പൗരന്മാരും മുറിവേറ്റവരായി. ഇത് കൂടാതെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടത് റഷ്യയിലും ജർമ്മനിയിലും ഫ്രാൻസിലും ആസ്ട്രിയയിലുമാണ്. സെർബിയയിലെ 25% പുരുഷന്മാർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഇനി 2-ാം ലോക മഹായുദ്ധത്തിലേക്ക് വരുമ്പോൾ അതിൽ ഇതിനേക്കാൾ ഏറെ പേർ കൊല്ലപ്പെട്ടു. ഏറെക്കുറെ 85 ദശലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. ഇതിൽ 25 ദശലക്ഷത്തോളം പേർ പട്ടാളക്കാരാണ്. ബാക്കി 60 ദശലക്ഷം പേർ സാധാരണക്കാരാണ്. അവർ യുദ്ധത്തെ തുടർന്നും പട്ടിണി കൊണ്ടും രോഗം വന്നും വംശഹത്യയിലൂടെയുമാണ് കൊല്ലപ്പെട്ടത്. ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെട്ടത് സോവിയറ്റ് യൂണിയനിലാണ്. 30 ദശലക്ഷത്തിലേറെ പേർ. 6 ദശലക്ഷം ജൂതർ വംശഹത്യയിൽ മാത്രം കൊല്ലപ്പെട്ടു. അതിന്റെ ക്രെഡിറ്റ് ഹിറ്റ്ലർ എന്ന ഒറ്റ വ്യക്തിക്ക് അവകാശപ്പെട്ടതാണ്. 100-ലേറെ ദശലക്ഷം പേർ കൊല്ലപ്പെട്ടപ്പോൾ എത്ര രാഷ്ട്ര നേതാക്കളാണ് കൊല്ലപ്പെട്ടത്? അവരല്ലേ ഈ യുദ്ധങ്ങൾ പ്രഖ്യാപിച്ചത്, നടത്തിയത്? 1-ാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ട രാഷ്ട്ര നേതാക്കൾ 2 പേർ മാത്രം. ഓസ്ട്രിയയിലെ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡ്. അയാളുടെ കൊലപാതകമാണ് 1-ാം ലോക മഹായുദ്ധത്തിനുള്ള പ്രധാന കാരണം. രണ്ടാമതായി കൊല്ലപ്പെട്ടയാൾ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ രാജാവ് സുൽത്താൻ മെഹമ്മദ് 5-ാമൻ. യുദ്ധം അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പാണ് അയാൾ കൊല്ലപ്പെട്ടത്. 13 ദശലക്ഷത്തിലേറെ പേരുടെ മരണത്തിന് കാരണമായവരിൽ 2 പേർ മാത്രം യുദ്ധത്തിൽ മരിച്ചു. ബാക്കിയുള്ള രാഷ്ട്രീയ നേതാക്കളെല്ലാം ജീവിച്ച് മരിക്കുകയായിരുന്നു. സാധാരണ മരണങ്ങൾ, രോഗം വന്നോ മറ്റോ. ഇനി 2-ാം ലോക മഹായുദ്ധത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കൊല്ലപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ അവിടെയും 2 പേർ മാത്രമാണ്, ഹിറ്റ്ലറും മുസോളിനിയും. 80 ദശലക്ഷത്തോളം പേരുടെ മരണത്തിന് കാരണക്കാരായ ബാക്കിയുള്ള രാഷ്ട്രീയ നേതാക്കളെല്ലാം ജീവിച്ച് മരിച്ചു. രാഷ്ട്രീയ നേതാക്കൾ കഴിഞ്ഞാൽ ഏറെ മനുഷ്യരെ കൊന്നിട്ടുള്ളത് മതങ്ങളും മത നേതാക്കന്മാരുമാണ്. 1095 മുതൽ 1291 വരെയുള്ള 196 വർഷങ്ങളിൽ നടന്ന 8 കുരിശുയുദ്ധങ്ങൾ വഴി 9 ദശലക്ഷം പേർ മരിച്ചു എന്ന് കണക്കുകൾ പറയുന്നു. ഇവരിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പ്രമുഖ മത നേതാക്കൾ 3 പേർ. 1119 കൊല്ലപ്പെട്ട ആന്തിയോക്കയിലെ റോജർ, 1130 കൊല്ലപ്പെട്ട ആന്തിയോക്കയിലെ ബഹാമുണ്ട് 2-ാമൻ, 1187 തൂക്കിലേറ്റിയ റാത്തിലോയിനിലെ റൈനോൾഡ് 3 പേര്. ഒരർത്ഥത്തിൽ പശ്ചിമേഷ്യയിൽ ഇന്ന് നടക്കുന്ന യുദ്ധവും ക്രൂസേഡിന്റെ തുടർച്ചയാണ്. കാരണം
ക്രൂസേഡുകൾ യൂറോപ്യൻ രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്ക് മേൽ നടത്തിയ യുദ്ധമായാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കപ്പെടാതെ പോകുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ എന്നാൽ ബഹുഭൂരിപക്ഷവും ക്രിസ്ത്യൻ രാജ്യങ്ങളാണ്. യുണൈറ്റഡ് നേഷൻസിന്റെ ലിസ്റ്റ് പ്രകാരമുള്ള 44 യൂറോപ്യൻ രാജ്യങ്ങളിൽ അൽബേനിയ, കൊസാവ, ബോസ്നിയ എന്നീ അപ്രധാന രാജ്യങ്ങൾ മാത്രമാണ് മുസ്ലിം രാജ്യങ്ങൾ. ബാക്കി 41 രാജ്യങ്ങളും ക്രിസ്ത്യൻ രാജ്യങ്ങളാണ്. അതുപോലെ 18 രാജ്യങ്ങളുള്ള പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ എന്ന രാജ്യവും സൈപ്രസ് എന്ന ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള രാജ്യവും ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം മുസ്ലിം അറബ് രാജ്യങ്ങളാണ്. ഇന്ന് നടക്കുന്ന യുദ്ധം വാസ്തവത്തിൽ അമേരിക്ക എന്ന ക്രിസ്ത്യൻ രാജ്യവും ഇസ്രായേൽ എന്ന രാജ്യവും ചേർന്ന് ഇറാൻ എന്ന മുസ്ലിം രാജ്യത്തിനെതിരെ നടത്തുന്ന ക്രൂസേഡ് തന്നെയാണ്. മതം തന്നെയാണ് ഇന്നും രാജ്യങ്ങളുടെ അടിയൊഴുക്ക്. എല്ലാ മതങ്ങളും പരസ്പരം ശത്രുക്കളായി കാണുന്നു. മറ്റു മതങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നത് ഓരോ മതത്തിന്റെയും പ്രധാന ധർമ്മമാണ്. മതത്തിന്റെ പേരിലായാലും പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലായാലും യുദ്ധങ്ങൾ നടത്തുന്നവർ എന്നും സുരക്ഷിതരായിരിക്കുന്നു. ട്രംപും നെത്യാനഹുവും ഖമേനിയുമൊക്കെ പട്ടാള വേഷം ധരിച്ച് മുന്നണി പോരാളികളായി യുദ്ധം നടത്തണമെന്നുണ്ടെങ്കിൽ ഈ യുദ്ധങ്ങളൊന്നും തുടങ്ങുക പോലുമില്ല. യുദ്ധത്തിന്റെ മുൻനിരയിൽ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഉണ്ടാകണം എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇൻഡോ പാക് യുദ്ധമേ ഉണ്ടാകില്ല. ഇടയ്ക്കിടയ്ക്കുള്ള ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള സൈനിക നീക്കങ്ങളും ഉണ്ടാകില്ല. നേതാക്കന്മാർ, മത നേതാക്കളായാലും രാഷ്ട്രീയ നേതാക്കളായാലും സുരക്ഷിതരായി ഇരുന്നു കൊണ്ടാണ് പട്ടാളക്കാരോട് പരസ്പരം യുദ്ധം ചെയ്ത് മരിക്കാൻ പറയുന്നത്, സാധാരണ ജനങ്ങൾക്ക് ദുരന്തം വാരി വിതറുന്നത്. അതിൽ ജയിക്കുന്ന രാജ്യത്തിന്റെ നേതാവ് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മരണത്തിന് കാരണമായവരിൽ ഒരാളായ നേതാവ് ജയിച്ചതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഏറ്റെടുക്കുന്നു. തോറ്റ രാജ്യത്തിന്റെ നേതാവ് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മരണത്തിന് കാരണക്കാരായ രണ്ടാമൻ ചരിത്രത്തിലും സ്വന്തം ജനതയുടെ മുന്നിലും അപമാനിതനായ അയാൾ ആ രാജ്യത്തിനേറ്റ മുറിവിന് പകരം ചോദിക്കാനായി സ്വന്തം ജനതയെ വീണ്ടും വീണ്ടും യുദ്ധത്തിന് തയ്യാറെടുപ്പിക്കുന്നു. ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ തന്നെ ദേശസ്നേഹം, മതസ്നേഹം, സമുദായ സ്നേഹം തുടങ്ങിയ പര്യായങ്ങൾ നൽകുന്നു. സ്നേഹത്തിൽ എവിടെയാണ് കൊലപാതകത്തിന് സ്ഥാനമെന്ന് ആരും ചോദിക്കാറില്ല. കൊല ചെയ്യുന്നവരും കൊല ചെയ്യപ്പെട്ടവരും. ഈ ഖുറാനിൽ യുദ്ധത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നുണ്ട്. വേദങ്ങളിലും ഇതിഹാസങ്ങളിലും യുദ്ധങ്ങളുടെ രക്തപ്പുഴകൾ തന്നെയുണ്ട്. എന്നാൽ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്നും ദൈവം സ്നേഹമാണെന്നും പറഞ്ഞ് ക്രിസ്തുവിന്റെ ശിഷ്യർ എങ്ങനെയാണ് കുരിശുയുദ്ധങ്ങൾ നടത്തിയത്? പശ്ചിമേഷ്യയിൽ ഇന്ന് നടക്കുന്നതും ഒരുതരം കുരിശുയുദ്ധമല്ലേ? ക്രിസ്ത്യാനികളും ജൂതന്മാരും ചേർന്ന് മുസ്ലിങ്ങൾക്ക് നേരെ നടത്തുന്ന മിസൈൽ കുരിശുയുദ്ധം.